എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഈ പാപ്പാളി ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ പാപ്പാളി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പനമ്പള്ളി കോളേജിലേക്ക് പോണ വഴിക്ക് നമ്മളിവിടെ ഒരു ഭാഗം ഇങ്ങനെ, ഇത് CPM-ൻ്റെ കൊടിയാണ്. CPM-ൻ്റെ കൊടിയൊക്കെ വെച്ച് കെട്ടി പച്ച നെറ്റിട്ട് ഏകദേശം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത്രയും ഭാഗം ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം എന്നുള്ള അറിയില്ല. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബേക്കറി ഉണ്ട്. ഞാനിത് മുൻപ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികൾ സ്വാഭാവികമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിക്കാറുണ്ട്. ഈ ബേക്കറിയുടെ അവിടെയൊക്കെ വരുന്ന വാഹനങ്ങൾ ഈ സൈഡിലേക്ക് ഒതുക്കിയിടാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു ഉണ്ടായ സംഭവം. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ വണ്ടി നിർത്തി ഇവിടെ ഒന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ കടക്കാരനോടും ചോദിച്ചപ്പോൾ കടക്കാരന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയണത്. ഇവിടെ ഒരു ബസ് വന്ന് ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ബസ് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഇവിടെ ഈ സൈഡിൽ ബസ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ ബ്ലോക്കാവും. ഒന്നാമത് ഈ ഭാഗത്ത് അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ CPM-ൻ്റെ കൊടി ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ പച്ചനെറ്റിട്ട് തിരിച്ചു വെച്ചാണെന്നുള്ളത് അറിയില്ല. ഈ പ്രദേശം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പാപ്പാളി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇവിടെ ആ ബേക്കറി, എന്താ ബേക്കറിയുടെ പേര്, ഗോൾഡൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ പറഞ്ഞിട്ടൊരു ബേക്കറിയും റെസ്റ്റോറൻ്റായിട്ടൊരു ഇതുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇങ്ങനെ മറച്ച് ഈ നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടാ. കൊടി കുഴപ്പമില്ല, കൊടിത്തോരണങ്ങളും സംഭവങ്ങളും കുഴപ്പമില്ല. ഇത് എന്തിനാണ് മറച്ച് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവില്ല. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന സംഭവം വെച്ചാൽ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് ഈ സൈഡിൽ പാർക്ക് ചെയ്യും, അപ്പുറത്തുനിന്ന് വണ്ടികൾക്ക് പ്രശ്നമാവും, അപകട സാധ്യതയുണ്ട്. ഇതിന് എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ തിരിച്ചു വെച്ചേക്കണെന്ന് അറിയില്ല. ഇത് CPM-ൻ്റെ കൂടിയാണ്, CPM-ൻ്റെ നേതാക്കളായിരിക്കുമല്ലോ ഈ സംഗതി അറിവോടാവത് ചെയ്തേക്കണത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചേക്കണത് അപകടം വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ശ്രദ്ധപ്പെടുന്നത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം. മുൻപ് ഇവിടെ വാഹനങ്ങൾ സൈഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്ത് ഇടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതുകൊണ്ട് എന്താണ് നേട്ടമെന്നോ ഇവിടെ എന്താണ് ഉണ്ടാകാൻ പോകണമെന്നൊന്നും പിടിയില്ല. ഇങ്ങനൊരു സംഭവം പാപ്പാളി ജംഗ്ഷൻ കഴിഞ്ഞ് പനമ്പള്ളി കോളേജിലേക്ക് പോകണ വഴിക്ക് ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഞാനിത് ശ്രദ്ധപ്പെടുത്തുന്നു, കാരണം ഇവിടെ അപകട സാധ്യതയുണ്ട്. ഇത് നഗരസഭ, ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണെന്ന് കൂടി എടുത്തു പറയുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ CPM-ൻ്റെ നേതാക്കന്മാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഏകദേശം ഒരു വർഷം മുൻപ് കനിവ് സാംസ്കാരിക സമിതി എന്ന സമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശം വളരെ വൃത്തിയാക്കി അവിടെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ചിലവേറിയിട്ടുള്ള കൂടുകൾ, അതായത് ഈ പച്ച നെറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കൂടുകൾ, അത് വെച്ച് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അവർക്ക് വളരെയധികം പണച്ചെലവുണ്ടായിരുന്നൊരു സംഭവമാണ്. പക്ഷേ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നത് നഗരസഭയാണെന്നാണ്, അവിടെ വന്ന് ഈ കൂടും ഈ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു പറിച്ച് കളഞ്ഞു. പിന്നെ ഭീമമായിട്ടുള്ള വേസ്റ്റുകൾ അവിടെ ഇടണ്ടായിരുന്നു. അങ്ങനെ JCB ഉപയോഗിച്ചിട്ട് ഈ സാധനങ്ങൾ ഇളക്കി പറിച്ച് മാറ്റി കാട്ടി കളഞ്ഞു. അവിടെ മറ്റേതോ സ്വകാര്യ വ്യക്തിയുടെ വാഹനങ്ങൾ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റി. ഇതാണ് CPM-ൻ്റെ നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സംഭവം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാം, ഞാനതിനെ വില കുറച്ച് കാണുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് CPM-ഉം DYFI-യും പോലുള്ള സംഘടനകൾക്ക് പ്രതികരിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും പ്രതികരിക്കാൻ സാധിക്കും. ഒരു മരം വെച്ചിട്ടുള്ള കൂട് പിഴുതു മാറ്റിയാൽ 100 മരം വെച്ച് പിടിപ്പിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ സംസാരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ ഇതുപോലെ വെച്ച് കെട്ടിയിരിക്കുന്നത് അത് അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമാണ്. മറ്റൊന്ന്, ഭീമമായിട്ടുള്ള വേസ്റ്റുകൾ അവിടെ ഇടുന്നുണ്ട് എന്നാണ് പറയുന്നത്. വേസ്റ്റുകൾ അവിടെ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഗരസഭാ വിഷയത്തിൽ ഇടപെടണം. ഇതിനൊക്കെ തന്നെ കാരണം ഇത് വൃത്തിയാക്കി ശുചീകരിച്ച് അത് ഭംഗിയാക്കി ആ ഇടം മാറ്റുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം അവിടെ അപകട ഭീഷണി ഉയർത്തുന്നതാണ്. ഏതെങ്കിലും ആക്സിഡൻറ്റോ അപകടമോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരുടെ മേലിരിക്കും എന്നുള്ളത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പൊതുവിൽ അവിടെ അതിലൂടെ പോകുന്ന വാഹനങ്ങൾ പറയുന്ന ഒരു സംഭവം, വാഹനത്തിൽ പോകുന്ന ആളുകൾ പറയുന്ന സംഭവം, സ്വാഭാവികമായിട്ട് ഇപ്പോൾ അവിടെ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടും നഷ്ടം വരുന്നത് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റുകാരനാണ്. കാരണം ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് സാധിക്കില്ല. ഞാൻ പറയുന്നത്, ആ പ്രദേശം ഭംഗിയാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഛിദ്രശക്തികളുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഛിദ്രശക്തികളുടെ ഇടപെടലിനെ കായികപരമായോ അതല്ലാതെയോ ഒക്കെ തന്നെ നേരിട്ട് സംഭവം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഇടപെടൽ എന്നേ ചെയ്യേണ്ടതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു ഇടപെടൽ എന്താണെന്നുള്ളത് ആളുകൾക്കും മനസ്സിലാവുന്നില്ല. സംഭവം അവിടെ അപകട ഭീഷണി ഉയർത്തുന്നതാണ്. ഞാനിത് ശ്രദ്ധയപ്പെടുത്തുന്നു. കാരണം ഈ വീഡിയോ ആദ്യത്തെ ഭാഗം എടുത്തതിന് ശേഷമാണ് CPM-ൻ്റെ നേതാക്കന്മാരെ നേരിട്ട് കാണാനും ഇതെന്താണ് ഈ വിഷയമെന്ന് ചോദിക്കാനും പറ്റിയത്. അതിൻ്റെ അർത്ഥത്തിലാണ് ഈ വാലറ്റം കൂട്ടിച്ചേർക്കുന്നത്. ബാക്കി നിങ്ങൾ അതിലൂടെ പോകുന്നവരെ ശ്രദ്ധിക്കുക. ഇവിടെ കൗൺസിലർമാരുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടിയത് JFIs. നന്ദി, നമസ്കാരം.